നമ്മുടെ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ടോട്ടൽ നമുക്ക് 8 മൊഡ്യൂൾസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. 8 മൊഡ്യൂൾസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെട്രിസസ് ആണ്. മെട്രിസസ് ഒന്നാമത്തെ മൊഡ്യൂൾ മെട്രിസസ്. ആ മെട്രിക്സിനകത്ത് നമുക്ക് പഠിക്കേണ്ട 3 ടോപ്പിക്കുകൾ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിക്സ്, പിന്നീട് വേണ്ടത് അതിന്റെ ഓപ്പറേഷൻസ്, അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ്. ഇപ്പൊ എഴുതണം നിർബന്ധമില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അല്ല മനസ്സിലാക്കി വെക്കുക. അതിന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രം പറയുവാണ്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ട് 3 ടോപ്പിക്കുകളാണ്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിക്സ്, രണ്ടാമത്തത് മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇൻവേഴ്സ് അങ്ങനെയുള്ളത്, പിന്നെ അഡ്ജോയിന്റ്. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്, ഡിറ്റർമിനന്റ്. അത് നിങ്ങൾ മെട്രിക്സിന്റെ കൂടെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്. അത് 3/3 ഡിറ്റർമിനന്റ്, 3/3 ഓർഡറുള്ള ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, 2/2 ഓർഡറുള്ള ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നീട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ സ്റ്റുഡൻസ്? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോണേ. കേൾക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം എല്ലാവരും കേട്ടുണ്ടാവുമല്ലോ. +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ച ഒരു ചാപ്റ്റർ ആണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം പ്രധാനമായിട്ട് നമ്മൾ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് a+b² എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം. a² + 2ab + b² ആണ്. a+b³ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാൾ വലിയ പവറോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. a+b⁵, a-b⁴ ഇങ്ങനെ വലിയ വലിയ പവേഴ്സ്. ജനറലി a+b⁴n അല്ലെങ്കിൽ a-b⁴n ഇതിന്റെ എക്സ്പാൻഷൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. കുറെ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾസിനകത്തുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ധാരാളം ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് കട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂളാണ്. അത് ഇച്ചിരി വലിയ മൊഡ്യൂളാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രി എന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നാലാമത്തെ മൊഡ്യൂൾ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയിലെ +1 +2 കാലഘട്ടത്തിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. കുറേ ഷോർട്ട് കട്ടുകൾ അതിനകത്തും ഉണ്ട്. പക്ഷെ എന്നാൽ കൂടെ റിസൾട്ടുകൾ പഠിക്കേണ്ടതായ ഒരു ചാപ്റ്ററാണ്. ഷോർട്ട് കട്ടുകളേക്കാൾ റിസൾട്ടിന് പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. അടുത്തത് അഞ്ചാമത്തെ മൊഡ്യൂൾ ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രിയിലെ ലൈൻസ് എന്നുള്ള ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ലൈൻസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. +1 +2 കാലഘട്ടത്തിൽ നമ്മൾ ലൈൻസ് മാത്രമല്ല പ്ലെയിൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതിനകത്ത് നമുക്ക് ലൈൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ചെറിയ മൊഡ്യൂളാണ്. അടുത്തത് ആറാമത്തെ മൊഡ്യൂളാണ്. ആറാമത്തെ മൊഡ്യൂളിൽ ലിമിറ്റും കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ, അതായത് ഡിഫറൻസിയേഷൻ ആണ് മെയിനായിട്ട് വേണ്ടത്. ഡിഫറൻസിയേഷനെ കുറിച്ചിട്ട് മതി. അതിനകത്ത് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കുകളെന്ന് പറയുന്നില്ല. അത് നമ്മൾ ഓരോ ടോപ്പിക്കിൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അടുത്ത ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ആണ് വലിയ മൊഡ്യൂളാണ്. കുറേ റിസൾട്ടുകളും ഷോർട്ട് കട്ടുകളൊക്കെ ഉള്ള മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്, ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ. ഈ ഡിഫറൻസിയേഷനകത്ത് തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. 2 ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടോപ്പിക്കിന്റെ പേര് ഡിഫറൻസിയേഷൻ ആണെങ്കിലും അതിനകത്ത് ആപ്ലിക്കേഷൻസും കൂടി പഠിക്കണം. ഡിഫറൻസിയേഷൻ പൂർണ്ണമായി പഠിക്കണം. പ്രധാനമായിട്ട് 5 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സിലബസിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഡിഫറൻസിയേഷൻ, പിന്നെ അടുത്ത 7ാമത്തെ മൊഡ്യൂൾ പറഞ്ഞ ഇൻ്റഗ്രേഷൻ ആണ്, ലാസ്റ്റ് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ മൊത്തം 8 മൊഡ്യൂൾസ് ആണ് മൊത്തം നമ്മൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സിന്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇതെല്ലാവരും കേട്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. റെസ്പോണ്ട് ചെയ്ത് പോയാൽ വളരെ നന്നായിരിക്കും. തെറ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്ററാക്ഷൻ കുറച്ചും കൂടെ നന്നാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 8 മൊഡ്യൂൾസിനകത്ത് ആദ്യത്തെ മൊഡ്യൂൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മൊഡ്യൂൾ 1 എന്ന് പേര് എഴുതുക. മൊഡ്യൂളിന്റെ പേര് എഴുതുക, മെട്രിസസ്. ഫസ്റ്റ് മൊഡ്യൂൾ എഴുതുക, മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ 1 മെട്രിസസ്. ഇതിന്റെ തിയറി ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ കുറെ നല്ല പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക.
പ്രധാന ഷോർട്ട് കട്ടുകൾ, റിസൾട്ടുകളെല്ലാം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പേരിന് വേണ്ടി ഞാൻ അതിന്റെ കാര്യങ്ങളും പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതുക, അത്രേ ഉള്ളൂ. ആദ്യം എന്താണ് മെട്രിസസ് എന്ന് പറയുന്നത്? മെട്രിസസ് കിട്ടുന്നത് മെട്രിക്സ് എന്നുള്ള വാക്കിൽ നിന്നാണ്. മെട്രിക്സിന്റെ പ്ലൂറൽ ഫോം ആണ് മെട്രിക്സസ് എന്ന് പറയുന്നത്. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്, ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ്. എന്ത് നമ്പേഴ്സിന്റെ വേണമെങ്കിലും അറേഞ്ച്മെന്റ് ആവാം. അത് പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ p/q ഫോമിലുള്ള നമ്പേഴ്സ് ആകാം, ഇറാഷണൽ നമ്പർ ആവാം, റാഷണൽ ആവാം, പിന്നെ കോംപ്ലക്സ് നമ്പർ ആവാം. കോംപ്ലക്സ് നമ്പർ മീൻസ് i വരുന്ന നമ്പർ ആണല്ലോ, a+ib വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഏത് നമ്പേഴ്സിന്റെ വേണമെങ്കിലും അറേഞ്ച്മെന്റ് ആവാം. പക്ഷെ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട്. അത് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വേണം അറേഞ്ച് ചെയ്യാൻ. ദാറ്റ് മീൻസ് റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്യണം. ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്ന റോ എന്ന് പറയും, വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്ന കോളം എന്ന് പറയും. ഇപ്പം ഒരു മെട്രിക്സ് ഞാൻ ഒരു പേര് എഴുതുവാണ്. എക്സാമ്പിൾ A = 1 2 3 4 5 6. ഇതൊരു മെട്രിക്സ് ആണ്, കാരണം ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് which are arranged into rows and columns. റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനാണ് റോ എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ആയിട്ട് എടുക്കുന്നതിനാണ് കോളം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ എത്ര റോയും എത്ര കോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്. ശരിയാണോ? കോളം എത്ര എന്ന് വെച്ചാൽ 3 കോളമാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ഈ റോയും കോളത്തിന് ബേസ് ചെയ്ത് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ 2 റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് 2 റോസ് ആണ്. 1 2 3 വരുന്നത് ഫസ്റ്റ് റോയും 4 5 6 വരുന്നത് സെക്കൻഡ് റോയും. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 1 4 വരുന്നതാണ് ഫസ്റ്റ് കോളം, 2 5 വരുന്നതാണ് സെക്കൻഡ് കോളം, 3 6 വരുന്നതാണ് തേർഡ് കോളം. അപ്പം റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്ത സംഭവത്തിനെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിനെ പറഞ്ഞവരാണ് മെട്രിക്സ്. മെട്രിക്സ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. ഇതൊക്കെ ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അറേഞ്ച് ചെയ്യുന്ന റോ ആയിട്ടും കോളമായിട്ടെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ടോപ്പിക് ഇതാണ്. എന്താണ് ഓർഡർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെട്രിക്സിന്റെ ഡെഫിനേഷൻ പഠിച്ചില്ലെങ്കിലും ഈ ഓർഡർ എന്നുള്ളത് എന്താണെന്ന് പഠിക്കണം. മെട്രിക്സിന് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സിൽ m റോയും, നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഷോർട്ട് ആയിട്ടുള്ള നിങ്ങൾ ഇത് ഓർത്തെടുത്താൽ മതി. ഇഫ് എ മെട്രിക്സ് ഹാസ് m റോസ് ആൻഡ് n കോളംസ്, ഒരു മെട്രിക്സിൽ m റോയും n കോളം ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വായിക്കുമ്പോൾ എല്ലാവരും m × n എന്ന് വായിക്കും, പക്ഷെ അങ്ങനെ വായിക്കരുത്. റീഡ് ആസ് m/n. ഇൻറ്റു സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ബൈ എന്ന് പറയുക. സെറ്റ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. A എന്ന് പറയുന്ന സെറ്റ് ഇപ്പോൾ 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആണ്. B എന്ന് പറയുന്ന സെറ്റ് ഇപ്പോൾ 4 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരിക്കലും A × B എന്ന് വായിക്കത്തില്ല, A × B എന്നാണ് വായിക്കുന്നത്. സെറ്റിനകത്ത് ക്രോസ് എന്നാണ് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ബൈ എന്നാണ് പറയുന്നത്. അപ്പം മെട്രിക്സിനകത്ത് പ്രത്യേകം ഓർത്തിരിക്കുക, m റോയും n കോളം ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/n ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ ഇടുകയാണ്. 1 2 3 4 5 6. ഈ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടും ഈ ചാപ്റ്ററിന്റെ തുടക്കം ആയതുകൊണ്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. മറ്റൊരു മെട്രിക്സ് കണ്ടോ, 4 മെട്രിക്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോന്നിന്റെ ഓർഡർ നിങ്ങൾക്ക് പറയാൻ പറ്റും. എത്ര റോ എത്ര കോളം ഉണ്ടെന്ന് പറയണം. ആദ്യം റോയ്ക്കാണ് പ്രാധാന്യം, രണ്ടാമതാണ് കോളത്തിന് പ്രാധാന്യം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര റോയും എത്ര കോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. 1 2 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. അപ്പോൾ 3/2 മെട്രിക്സ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സംശയം ഉണ്ടോ? A ഈസ് എ ഓർഡർ, A എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ഓർഡർ എത്രയാണ്? 3/2. രണ്ടാമത്തെ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര റോ ഉണ്ട്? 1 2 3 റോ ഉണ്ട്, ഒറ്റ കോളേ ഉള്ളൂ. അപ്പോൾ 3/1 മെട്രിക്സ് ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒറ്റ റോയേ ഉള്ളൂ. സോ റോയുടെ എണ്ണം 1 ആണ്, പക്ഷെ കോളത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ അതുകൊണ്ട് 1/4 മെട്രിക്സ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെത്. നാലാമത്തെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 2 റോയും 2 കോളവും ഉള്ളത് കൊണ്ട് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തെങ്കിലും പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എനിക്കത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനൊരു സൗകര്യമായിരിക്കും. ഓക്കെ. അപ്പോൾ ഓർഡർ എന്താണെന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ? എപ്പോഴും റോയ്ക്കാണ് പ്രാധാന്യം. ആദ്യം റോയെ പറയാവൂ, രണ്ടാമത്തെ കോളം പറയാം. അപ്പോൾ എന്താണ് ഓർഡർ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി. ഇനി ഓർഡറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ നമുക്കറിയാം 3/2 മെട്രിക്സ് ആണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. നമുക്ക് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. ആ മെട്രിക്സിൽ മൊത്തം 6 എലമെന്റ്സ് ഉണ്ട്. അതായത് 3യുടെയും 2ന്റെയും പ്രോഡക്റ്റ് ആണ് 6.
അപ്പോൾ നമുക്ക് പറയാം ഒരു മെട്രിക്സ് 3/2 മെട്രിക്സ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എഴുതാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 എന്ന് പറഞ്ഞാൽ 3 × 2 അങ്ങ് എടുത്താൽ മതി 6. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3/1 ആകുമ്പോൾ 3 × 1 3 എലമെന്റ്സ് ആയിരിക്കും ആ മെട്രിക്സിനകത്തുള്ളത്. ശരിയല്ലേ? എണ്ണി നോക്കാം. 1 2 3. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യനകത്ത് 1/4 മെട്രിക്സ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. 2/2 ആകുമ്പോൾ 2 × 2 അതായത് 4 എലമെന്റ്സ് ആയിരിക്കും. സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ 3/5 മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ആയിരിക്കും? 15 ആയിരിക്കും. ഓക്കെ. ഒരു 6/2 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. ഓക്കെ. ഇനി ചിലപ്പോൾ എക്സാമിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ള സാഹചര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, എം റോ എൻ കോളം ഉണ്ടെങ്കിൽ ഓർഡർ m/n എന്ന് പഠിച്ചല്ലോ. ഇനി അടുത്ത് എഴുതേണ്ടതാണ്, റിസൾട്ട് ആയിട്ട് എഴുതേണ്ടതാണ് ഇൻ ആൻ m/n മെട്രിക്സ്. നോട്ട് ചെയ്ത് വെച്ചോ. ഇൻ ആൻ m/n മെട്രിക്സ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എടുക്കണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ അവിടെ mn എന്ന് എഴുതുക. mn. ഓക്കെ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു എക്സാമ്പിൾ തന്ന പോലെയാണ്. ഒരു 3/6 ഞാൻ മെട്രിക്സ് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എല്ലാവർക്കും അറിയാം 18 ആണെന്ന് അറിയാം. ഞാനൊരു 1/18 മെട്രിക്സ് എടുക്കുകയാണ്. അപ്പോഴും എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ത് തന്നെയാണ്? 18 തന്നെയാണ്. 18/1 മെട്രിക്സ് എടുക്കുകയാണ്. അവിടെയും ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ത് തന്നെയാണ്? 18 ആണ്. 2/9 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെയും ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 18 ആണ്. 9/2 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 18 ആണ്. ഇനി ഒരു 6/3 മെട്രിക്സ് എടുക്കുന്നു, അവിടെയും ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 18 ആണ്. അപ്പൊ ഇതിൽ നിന്നൊരു പുതിയൊരു എൻട്രൻസിന്റെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് കിട്ടി. ഒരു മെട്രിക്സിൽ 18 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ചോദിക്കുന്നതാണ്, ഇഫ് എ മെട്രിക്സ് ഹാസ് 18 എലമെന്റ്സ് ദെൻ അതിന്റെ ഓർഡർ എങ്ങനെയൊക്കെ ആകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. എങ്ങനെ ആകാം? 18 എലമെന്റ്സ് ഉണ്ടെന്നില്ലേ അർത്ഥം. 18 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരു റോയിൽ തന്നെ എനിക്ക് ഒരൊറ്റ റോയിൽ തന്നെ ഈ 18 പേരെ എനിക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അതാണ് 1/18. 3 റോയിൽ 6 പേരെ വെച്ച് അറേഞ്ച് ചെയ്യാം. 18 റോയിൽ ഓരോരുത്തരും വെച്ച് അറേഞ്ച് ചെയ്യാം. 2 റോയിൽ 9 വെച്ച് അറേഞ്ച് ചെയ്യാം. 9 റോയിൽ 2 പേരെ വെച്ച് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ 6 റോയിൽ 3 പേരെ വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പം 18 എലമെന്റ്സ് ഉണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് അതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത്? ഒരു എക്സാമ്പിൾ. അപ്പൊ 18 എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടും നോക്കിയാൽ മതി. ഒരു മെട്രിക്സിൽ 24 എലമെന്റ്സ് ഉണ്ടെന്ന് വരുന്നത് അവർ പറയുവാണ് ഏതൊക്കെ രീതി അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക. എങ്ങനെയൊക്കെയാ? 1/24 അല്ലേ? തിരിച്ച് 24/1. അടുത്തതോ 2/12, 12/2. അടുത്തത് എങ്ങനെയാണെങ്കിൽ 3/8, 8/3. അതുപോലെ തന്നെ 4 വെച്ച് പറയുകയാണെങ്കിൽ 4/6, 6/4. സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ച് അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഒരു മെട്രിക്സിൽ 7 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ 1/7 ആയിട്ട് അറേഞ്ച് ചെയ്യാം, തിരിച്ച് 7/1 ആയിട്ട് അറേഞ്ച് ചെയ്യാം. വേറൊരു തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ആലോചിക്കുക, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എന്താണ് ഓർഡർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു മെട്രിക്സിൽ m റോയും n കോളം ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ m/n ആയിരിക്കും. m/n മെട്രിക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ mn ആയിരിക്കും. ഇതാണ് ഈ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താണ് മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ പറയാം? ഇത്രയും കാര്യങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത വേണ്ടത് നമ്മുടെ സിലബസിന്റെ കറക്റ്റ് മെയിൻ പോയിന്റിലേക്ക് പോവുകയാണ്. ആദ്യം പറഞ്ഞത് ഞാൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിക്സ് ആണ്. മെട്രിക്സുകളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിക്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഴുതിക്കേ, അടുത്ത ഹെഡിങ് എഴുതുക, ടൈപ്പ് ഓഫ് മെട്രിക്സസ്. മെട്രിക്സുകളുടെ ഡിഫറെന്റ് ടൈപ്പുകളാണ്. ഒന്നാമത്തെ മെട്രിക്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, റോയിൽ മാത്രം അറേഞ്ച് ചെയ്യുന്നത്, അതായത് ഒറ്റ റോയിൽ എഴുതാൻ പറ്റുന്ന മെട്രിക്സ്. ഇപ്പൊ ഞാനിതാ 1 - 4 3. അടുത്തൊരു ചോദ്യം -2 3 8 9. അടുത്തത് -5. കണ്ടോ? ഈ മെട്രിക്സിന് എല്ലാം പ്രത്യേകത ഒറ്റ റോയേ ഉള്ളൂ. ഒരേ ഒരു റോ മാത്രം വരുന്ന മെട്രിക്സിലെയാണ് എന്ന് പറയുന്നത് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി 1 റോ, എനി നമ്പർ ഓഫ് കോളംസ്. കോളം എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ 1/3 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 1/4 ആണ്. അടുത്ത ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 1/1 ആണ്. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്ത് കോമൺ ആയിട്ടുള്ളത് റോയുടെ എണ്ണമാണ് കോമൺ ആയിട്ടുള്ളത്. കോളത്തിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കുക. 3 ആയി, 4 ആയി, 1 ആയി. അപ്പൊ ജനറലി നമുക്ക് പറയാം ഒരു m/n പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു m/n മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻ ഏതാണ്? കണ്ടീഷൻ
ഒന്നാമത്തെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് m is equal to 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ n is equal to 1. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ m not equal to n. നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് m is equal to 3, n is equal to 4. പറഞ്ഞ ഇതിനകത്ത് ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്? m is equal to 1. m is equal to 1. അതായത് കോളത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല, റോയുടെ എണ്ണം 1 ആയിരിക്കണം. അപ്പൊ ജനറലി ഓർത്തിരിക്കുക, റോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ മസ്റ്റ് ആയിട്ടും എമ്മിന്റെ വില 1 ആയിരിക്കണം. ഇപ്പൊ എമ്മിന്റെ വില 1 കൊടുത്തു കഴിഞ്ഞാൽ m by n എന്നുള്ളത് എന്തായി മാറും? ജനറലി അതിന്റെ ഓർഡർ 1 by n എന്നാവും. കാരണം എന്താ? m by n എന്നല്ലേ ജനറലി ഒരു മെട്രിക്സിനെ പറയുന്നത്. അതിൽ എമ്മിന്റെ വില 1 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്താൽ വായിക്കുന്നത് 1 by n എന്നല്ലേ. അപ്പോൾ റോ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ജനറൽ കേസ് അനുസരിച്ച് 1 by n ആയിരിക്കും. എഴുതിക്കോ. റോ മെട്രിക്സ് മീൻസ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ, എനി നമ്പർ ഓഫ് കോളംസ്. റോ ഒരെണ്ണേ ആകാവൂ, കോളം എത്ര വേണേലും ആകാം. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 by n ആണ്. ദാറ്റ് ഈസ് m equal to 1. ഇതെല്ലാം ഓർത്തിരിക്കുക. കാരണം എങ്ങനെ വേണമെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഓർഡർ ആയിരിക്കും ചോദിക്കുന്നത്. ഓർഡർ ഓഫ് എ റോ മെട്രിക്സ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു m by n മെട്രിക്സ് റോ മെട്രിക്സ് ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ എമ്മിന്റെ വില 1 ആണെന്നും ഓർഡർ 1 by n ആണെന്ന് ഓർക്കുക. സംശയമുണ്ടോ? ഇതിന് നേരെ വിപരീതമായിട്ട് കോളം ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ്, പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. എഴുതുക. രണ്ടാമത്തെ മെട്രിക്സിന്റെ പേരാണ് കോളം മെട്രിക്സ്. നോട്ട് ചെയ്ത് വെക്കുക, കോളം മെട്രിക്സ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു കോളം മാത്രമേ കാണാവൂ. ഒരു മെട്രിക്സിൽ ഒരു കോളം മാത്രമേ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നവരാണ് കോളം മെട്രിക്സ്. മെട്രിക്സ് ഹാസ് ഓൺലി 1 കോളം. ഇപ്പൊ നമ്മൾ എഴുതിയ സാധനം തന്നെ വെർട്ടിക്കലായിട്ട് എഴുതി നോക്കിയാൽ മതി. ഇപ്പൊ 1 4 3 കണ്ടോ, 2 5 3 7 കണ്ടോ. ഇതിനെല്ലാം ഓർഡർ ഒന്ന് ആലോചിച്ച് നോക്കേ. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 by 1 അടുത്ത ക്വസ്റ്റിന്റെ ഓർഡർ 4 by 1 ആണ്. കണ്ടോ, അവിടെ സ്ഥലത്ത് കോമൺ ആയിട്ടുള്ളതേ ലാസ്റ്റ് വരുന്നത് 1 ആയിരിക്കും. അപ്പൊ ജനറലി m by n മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കോളം മെട്രിക്സ് ആകണമെങ്കിൽ കണ്ടീഷൻ എന്താ കുഞ്ഞുങ്ങളെ? കോളം എന്തായിരിക്കും? ആര് 1 ആയിരിക്കണം? കണ്ടീഷൻ ഇതാണ്, n is equal to 1 ആയിരിക്കണം. നോട്ട് ചെയ്ത് വെക്കണേ. n is equal to 1 ആണെങ്കിൽ അതിനെ പറയുന്നവരാണ് കോളം മെട്രിക്സ്. അല്ലെങ്കിൽ അതിന്റെ ഓർഡർ ജനറൽ ആയിട്ട് ഓർക്കുക, m by 1. അതാണ് m into 1 എന്ന് പറയരുത്, കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന കുഴപ്പമില്ല. പക്ഷെ വായിക്കുന്ന അങ്ങനല്ല, m into 1 എന്നല്ല, m by 1. കുഴപ്പമില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കിയതില്ല. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും സംശയമില്ലല്ലോ? അടുത്തിലോട്ട് പോട്ടോ. കോളം മെട്രിക്സ് ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, അതായത് കുറെ നാളായിട്ട് മാത്സ് ടച്ച് ഇല്ലാക്കി അത് പറഞ്ഞേക്കണം. ഒന്നും കൂടെ പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാമെന്നേ ഉള്ളൂ. സാരമായിട്ടുള്ള എളുപ്പമുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത്. കാരണം ഇതിനകത്ത് വലിയ കാര്യങ്ങളില്ല. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എത്തുമ്പോൾ ഞാൻ വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യിച്ചോളാം. കുഴപ്പമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തിയറി ആയി ചോദിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ മെട്രിക്സിലോട്ട് പോവുകയാണ്. റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണം സെയിം ആകത്തില്ല. കാരണം റെക്ടാങ്കിൾ ഷേപ്പ് വരണം. റോയുടെ എണ്ണം ഇപ്പൊ 4 ആണെങ്കിൽ കോളത്തിന്റെ എണ്ണം 4 ആയി കഴിഞ്ഞാൽ സ്ക്വയർ ആയി പോകത്തില്ലേ? കോളത്തിന്റെ എണ്ണം 3 ആകുന്നു, അല്ലെങ്കിൽ 2 റോയും 8 കോളവും അങ്ങനെയൊക്കെ വരുന്ന, അതായത് റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം സെയിം ആകത്തില്ല. ദാറ്റ് ഈസ് റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞ? m not equal to n. മനസ്സിലായോ? m not equal to n വരുവാണെങ്കിൽ അതിനെ പറഞ്ഞതിനാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. സംശയമൊന്നുമില്ലല്ലോ? 2 by 4 മെട്രിക്സ്, 4 by 8 മെട്രിക്സ്, 4 by 3 മെട്രിക്സ്, 2 by 3 ഇതെല്ലാം റെക്ടാങ്കുലർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? അപ്പം റോ മെട്രിക്സിന്റെ കണ്ടീഷൻ m equal to 1, കോളം മെട്രിക്സിന്റെ കണ്ടീഷൻ n equal to 1, റെക്ടാങ്കുലർ മെട്രിക്സിന്റെ കണ്ടീഷൻ m not equal to n. ക്ലിയർ? അടുത്ത നാലാമത്തെ മെട്രിക്സിലോട്ട് പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, സ്ക്വയറിന്റെ ഷേപ്പിലിരിക്കണം. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും സെയിം ആകുന്ന അവസ്ഥയാണ്. അതായത് റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം സെയിം ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ എന്ന് പറയാമോ? എന്താ കണ്ടീഷൻ പറ? ഒരു m equal to n ആകുന്ന മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ m by n മെട്രിക്സ് എന്ന സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് 1 by 1 ആകാം, 2 by 2 ആകാം, 3 by 3 ആകാം, 4 by 4 ആവാം, എന്തുകൊണ്ടാകാം. അതിൽ നമുക്ക് ആദ്യത്തെ 3 പേരെ കുറിച്ചാണ് സ്ഥിരമായിട്ട് നമുക്ക് 3 by 3 വരെ പഠിക്കാനുള്ളൂ. എങ്കിലും വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തിരിക്കുക, എമ്മിന്റെ വില എന്നിന്റെ വില സെയിം ആവുകയാണെങ്കിൽ അതിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ സ്ക്വയർ മെട്രിക്സിന് 2-3 എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിരിക്കണം. കാരണം എനിക്ക് അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ അതിനെനിക്ക് ഗുണം ചെയ്യും. അതായത് സ്ക്വയർ മെട്രിക്സിനെ ബേസ് ചെയ്താണ് ഇനിയുള്ള കുറേ മെട്രിക്സുകൾ പഠിക്കാനുള്ളത്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. സ്ക്വയർ മെട്രിക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 2 by 2 എടുക്കുകയാണെങ്കിൽ ഒരു 3 4 7 9 കണ്ടോ, 2 by 2 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 2 9 4 3 7 10 2 -3 8 കണ്ടോ, 3 by 3 ആണ്. ഇതേപോലെ 4 by 4 എഴുതാം. സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ 2 എഴുതി വെച്ചേക്കുന്നത് നന്നായി. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ
അപ്പോൾ റെക്ടാംഗുലർ മെട്രിക്സ് ഓക്കെ ആയി, സ്ക്വയർ മെട്രിക്സ് ഓക്കെ ആയി. ഇനി അടുത്ത ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മെട്രിക്സിലോട് പോവാണ്. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്. നോട്ട് ചെയ്ത് വെച്ചേ. അപ്പർ ട്രയാങ്കിൾ, ലോവർ ട്രയാങ്കിൾ. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സും ലോവർ ട്രയാങ്കിൾ മെട്രിക്സും. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മുകൾ ഭാഗത്ത്, അതായത് ഇപ്പം ഉദാഹരണത്തിന് 3, 4, 7, 9 എന്നാണല്ലോ നമ്മൾ ഒരു മെട്രിക്സ് ഇപ്പോൾ പറഞ്ഞത്, ഒരു സ്ക്വയർ മെട്രിക്സ് പറഞ്ഞത്. ഇതിന്റെ അപ്പർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ മുകൾ ഭാഗത്ത് മാത്രം ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കണം. ഈ 7ന്റെ സ്ഥാനത്ത് അങ്ങ് 0 വരണം. അപ്പൊ അപ്പർ ട്രയാങ്കിൾ എക്സാമ്പിൾ, ഇതൊരു അപ്പർ ട്രയാങ്കിൾ ആക്കുക എന്ന് പറയുമ്പോൾ 3ഉം 4ഉം 9ഉം കാണും. ആരുടെ സ്ഥാനത്ത് 0 വരും? ഇവിടെ 7ന്റെ പ്ലേസിൽ 0 വരും. സംശയമുണ്ടോ? ഓക്കെ. ലോവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലോവർ പാർട്ടിൽ, അതായത് താഴെയുള്ള, അതായത് ഇങ്ങനെ ഇത്രയും പാർട്ട് ലോവർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ കിടക്കും. അതിന്റെ അർത്ഥം ആരൊക്കെ 0 വരും? 9ഉം 4ഉം 10ന്റെ സ്ഥാനത്ത് 0 വരണം. അപ്പൊ എങ്ങനെ എഴുതും? 2, 0, 0. ഇവിടെയും 0 വരും. ബാക്കിയുള്ള വിഷയമില്ല. 3, 7, 2, 3, 8. ക്ലിയർ ആണോ? ലോവർ ട്രയാങ്കിൾ, അപ്പർ ട്രയാങ്കിൾ ക്ലിയർ ആയോടെ കുഞ്ഞുങ്ങളെ? എന്താണ് അപ്പർ ട്രയാങ്കിൾ എന്ന് മനസ്സിലായല്ലോ? എന്താണ് ലോവർ എന്ന് മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം അത് നോട്ട് ചെയ്തേക്കുക. അപ്പൊ സ്ക്വയർ മെട്രിക്സിൽ നിന്ന് വരുന്ന ഒരു പിരിവ് ആയതുകൊണ്ടാണ് അത് ഞാൻ അതിന്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞത്. ഇത് തീർന്നിട്ടില്ല. ഈ സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കുറേ മെട്രിക്സുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ തൽക്കാലം ഇതെല്ലാം വായിച്ചിട്ട് വേറെ 2 സ്ക്വയർ മെട്രിക്സ് എഴുതുവാണ്. നിങ്ങൾ എഴുതണമെന്നില്ല. ഞാൻ 2 സ്ക്വയർ മെട്രിക്സ് എഴുതുവാണ്. 2, 3, 4, 9. B is equal to -2, 8, 9, 5, 7, 2, 3, 7, 6. ഇത് രണ്ടും സ്ക്വയർ മെട്രിക്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ലോവർ ട്രയാങ്കിൾ എന്താണ്, അപ്പർ ട്രയാങ്കിൾ എന്താണ്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് ഡയഗണൽ മെട്രിക്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഡയഗണൽ മെട്രിക്സ്. നമുക്കറിയാം സ്ക്വയർ, നമ്മളൊരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതിന് 2 ഡയഗണൽസ് ആണുള്ളത്. സ്ക്വയർ ഞാൻ നോട്ട് ചെയ്യുകയാണ്. ഒരു സ്ക്വയർ പറയുകയാണ്. ആ സ്ക്വയർ 2 ഡയഗണൽ. ഇതാ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കാം, ഇതാ ഇങ്ങനെ ഒരു ഡയഗണൽ. ഇതാ ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗണലിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഡയഗണൽ അഥവാ മെയിൻ ഡയഗണൽ. നോട്ട് ചെയ്ത് വെച്ചേ. പ്രിൻസിപ്പൽ ഡയഗണൽ അഥവാ മെയിൻ ഡയഗണൽ എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്നവരാണ് ഓഫ് ഡയഗണൽ. മെയിൻ ഡയഗണൽ, ഓഫ് ഡയഗണൽ. നോട്ട് ചെയ്യാം. അപ്പൊ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനകത്തുള്ള മെയിൻ ഡയഗണൽ എലമെന്റ് ആരൊക്കെയാന്ന് വെച്ചാൽ 4, 3 അല്ല. ആരാ? 2, 9 ആണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. 2, 9 ഇതിനെയാണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. -2, 7, 6 ഇതിനെയാണ് ഈ മെട്രിക്സിനകത്തുള്ള മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെയിൻ ഡയഗണൽ എന്നുള്ള ക്ലിയർ ആയോ? സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിലേ നമുക്ക് മെയിൻ ഡയഗണൽ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡയഗണൽ പറഞ്ഞ് എല്ലാ എലമെന്റ്സും പറയാൻ പറ്റത്തില്ല. അപ്പൊ സ്ക്വയർ മെട്രിക്സിൽ എന്താണ് ഡയഗണൽ എന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? ഹലോ, മനസ്സിലായി. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയാം. എന്താ നമ്മുടെ ടോപ്പിക്? എന്തായിരുന്നു? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെയിൻ ഡയഗണൽ മാത്രമുള്ള മെട്രിക്സിനെ പറയുന്നവരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ആള് മെയിൻ ഡയഗണൽ ആവണമെങ്കിൽ മെയിൻ ഡയഗണൽ എലമെന്റ് മാത്രമേ കാണാവൂ. ദാറ്റ് ഈസ് 2, 9 മാത്രമേ കാണാവൂ. ബാക്കി 2 പേരും 0 ആയിരിക്കണം. അതായത് മെയിൻ ഡയഗണൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും 0 വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മെയിൻ ഡയഗണൽ, ഡയഗണൽ മെട്രിക്സ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഡയഗണൽ മെട്രിക്സ് ആക്കുക എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ഡയഗണൽ ആയിട്ടുള്ള -2ഉം 7ഉം 6 മാത്രം കാണും. ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും എന്തായും 0 ആയി മാറും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്നവരാണ് ഡയഗണൽ. ഡയഗണൽ താഴെ പറയുന്ന മെട്രിക്സിൽ ഏതാണ് ഡയഗണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഡയഗണൽ മാത്രമുള്ള മെട്രിക്സുകളെ പറയുന്നവരാണ് ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay. ഓക്കെ. അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. അപ്പം ഞാൻ സ്ക്വയർ മെട്രിക്സിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. എന്താണ് ലോവർ, എന്താണ് അപ്പർ ട്രയാങ്കിൾ, അത് രണ്ടും പറഞ്ഞു തന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു. ഇനി അടുത്ത പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡയഗണൽ മെട്രിക്സിലെ എലമെന്റുകൾ നോക്കിയാൽ ശ്രദ്ധിക്കേ. ഇപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഡയഗണൽ മെട്രിക്സിലെ എലമെന്റുകൾ 2ഉം 9ഉം അല്ലേ? 2 ഡിഫറെന്റ് എലമെന്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ തന്നെ രണ്ടാമത്തെ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം -2, 7, 6 എല്ലാം ഡിഫറെന്റ് ആൾക്കാരല്ലേ? സെയിം എലമെന്റ് ആണ് എഴുതുന്നതെങ്കിൽ ഈ ഡയഗണൽ സ്ക്വയർ മെട്രിക്സിൽ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എഴുതിയിട്ട് ആ ഡയഗണൽ എലമെന്റുകൾ ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. 2, 9ഉം അടുത്തിനകത്ത് -2, 7, 6ഉം ആണ്. അതെല്ലാം സെയിം ആയിട്ട് എഴുതുവാണ്. ഇതാ ഇവിടെ 2 അല്ലേ? അപ്പൊ ഞാൻ ഇവിടെയും കൂടെ അങ്ങ് 2 എഴുതാൻ ശ്രമിക്കുകയാണ്.
അല്ലെങ്കിൽ ഇവിടെ -2 അല്ലേ, ഇവിടെയും -2 എഴുതാൻ ശ്രമിക്കുകയാണ്. അതായത് മെയിൻ ഡയഗണൽ എലമെന്റുകൾ സെയിം ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പുതിയ മെട്രിക്സിന്റെ പേരാണ് സ്കെയിലാർ മെട്രിക്സ്. എഴുതിച്ചോ. എന്താണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് സ്കെയിലാർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ? എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റുകൾ സെയിം ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. മെയിൻ ഡയഗണൽ ഒരു സ്ക്വയർ മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഓൾറെഡി അത് ഡയഗണൽ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആ ഡയഗണൽ എലമെന്റുകൾ എല്ലാം എന്തായിരിക്കണം കുഞ്ഞുങ്ങളെ? സെയിം ആയിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ. 2 തന്നെ എഴുതണമെന്നില്ല, 7 എഴുതാം, 9 എഴുതാം, എന്തുകൊണ്ടാലും എഴുതാം. എനിക്കിപ്പം ഈ 2, 9 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. എ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനകത്ത് 2, 3, 4, 9 2ഉം 9 2 9 ആയിട്ട് എഴുതാം. 9, 0, 0, 9 അങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല. മെയിൻ ഡയഗണൽ മാത്രമേ കാണാവൂ, ആ ഡയഗണൽ എലമെന്റ് സെയിം ആയിരിക്കും വേണം. അതാണ് സ്കെയിലാർ മെട്രിക്സിന് പ്രത്യേകത. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ മെട്രിക്സുകളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. എഴുതുക യൂണിറ്റ് മെട്രിക്സ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സ്. വെരി വെരി ഇമ്പോർട്ടന്റ്. യൂണിറ്റ് മെട്രിക്സ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സ് നന്നായിട്ട് അറിയേണ്ട കാര്യമാണ്. എന്താണ് യൂണിറ്റ് മെട്രിക്സ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സ്? യൂണിറ്റ് മെട്രിക്സ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സ് ആകുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അതായത് മെയിൻ ഡയഗണൽ മാത്രമേ കാണാവൂ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിൽ 3/3 എടുക്കുമ്പോഴും സെയിം അവസ്ഥയാണ്. മെയിൻ ഡയഗണൽ മാത്രമേ കാണാവൂ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ് അതിനൊരു പ്രത്യേകത? മെയിൻ ഡയഗണൽ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ഡയഗണൽ എന്നേ പറയത്തുള്ളൂ. മെയിൻ ഡയഗണൽ സെയിം ആണെങ്കിൽ നമ്മൾ സ്കെയിലാർ എന്ന് പറയും. യൂണിറ്റ് മെട്രിക്സ് നമ്മൾ ആ പേര് തരുന്നുണ്ട്, യൂണിറ്റി ആയിരിക്കണം. ദാറ്റ് മീൻസ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് മസ്റ്റ് ആയിട്ടും 1 ആയിരിക്കണം. കണ്ടോ? മെയിൻ ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കണം. അപ്പം 2/2 ആയിട്ടുള്ള ഒരു യൂണിറ്റ് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ആരെഴുതിയാലും ഒരേ ഒരു എക്സാമ്പിളേ ഉള്ളൂ, 1, 0, 0, 1. കാരണം സ്ക്വയർ മെട്രിക്സിന് എത്ര വേണമെങ്കിലും എക്സാമ്പിൾ എഴുതാം, നമ്പർ മാറ്റി മാറ്റി കൊടുത്താൽ മതി. സ്കെയിലാർ മെട്രിക്സിന് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു 2, 0, 0, 2 എഴുതണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 9, 0, 0, 9 എഴുതാം, അല്ലെങ്കിൽ -9, 0, 0, -9 എന്ത് വേണമെങ്കിലും എഴുതാം. ബാക്കിയുള്ള ഇതുവരെ പഠിച്ച എല്ലാ മെട്രിക്സിനും ഇഷ്ടമുള്ള എക്സാമ്പിൾ ഉണ്ട്. പക്ഷെ 2/2 ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ. 2/2 കേസിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, 1, 0, 0, 1. ഓക്കെ. 3/3 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ 3/3 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആരാന്ന് വെച്ചാൽ ഏതാണ്? 1, 0, 0, 0, 1, 0, 0, 0, 1. അങ്ങനെ ഇഷ്ടമുള്ള മെട്രിക്സ് എഴുതാൻ പറ്റത്തില്ല. ഒറ്റ മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതിനെ ABCD എന്ന് ലെറ്റർ കൊടുക്കത്തില്ല, നമ്മൾ അതിനെ ഡിനോട്ട് ലെറ്റർ I എന്നാണ്. ഓർക്കുക, I എന്നിവിടെ കണ്ടാലും മനസ്സിലാക്കണം അതിന്റെ മെട്രിക്സ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. I എന്നോ I2 എന്ന് കൊടുക്കുക. I2 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 2/2 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. I3 എന്ന് പറഞ്ഞാൽ 3/3 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും ടോപ്പിക്കുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു പതുക്കെ പോകുന്നത്. കാരണം പ്രോബ്ലം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്പീഡ് അപ്പ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിക്സുകളൊക്കെ ഇതൊക്കെ കേട്ടിട്ടുള്ളതാ, എല്ലാം മറന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മൾ ഓർപ്പെടുത്തുവാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു റോ മാത്രമുള്ളത് റോ മെട്രിക്സ്, ഒരു കോളം മാത്രമുള്ളത് കോളം മെട്രിക്സ്. എമ്മും എന്നും ഡിഫറെന്റ് ആണെങ്കിൽ റെക്ടാങ്കുലർ, എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൽ തന്നെ മെയിൻ ഡയഗണൽ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഡയഗണൽ എന്ന് പറയും, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ആ ഡയഗണൽ എലമെന്റുകൾ സെയിം ആയാൽ അതിനെ സ്കെയിലാർ എന്നും, അതിന്റെ വിലകൾ 1 ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് പറയുന്ന ഒറ്റ പേരേ ഉള്ളൂ, യൂണിറ്റ് മെട്രിക്സ്. അപ്പൊ 2/2 ആയിട്ടുള്ള എവിടെ I എന്ന് കാണിച്ചാലും 1, 0, 0, 1 ആണ്. വേറൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റത്തില്ല. 3/3 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ 1, 0, 0, 0, 1, 0, 0, 0, 1. വെരി വെരി ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് പറഞ്ഞ കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് നമുക്ക് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്പറേഷൻ എന്നുള്ള ടോപ്പിക്ക്, നമ്മുടെ ടോപ്പിക്കിലെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതാണ് സ്കെയിലാർ മെട്രിക്സ്, താഴെ പറയുന്നതിൽ പിന്നെ കോളം മെട്രിക്സ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ്? വെരി വെരി ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എഴുതുക, എന്താണ് ട്രേസ്? ട്രേസ് ഓഫ് എ മെട്രിക്സ്. ട്രേസ് ഓഫ് എ മെട്രിക്സ് ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ ട്രേസ് ഡിനോട്ടഡ് ബൈ TR ഓഫ് എ. എവിടെയെങ്കിലും ടെക്സ്റ്റ് ബുക്കിനകത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് TR ഓഫ് എ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സ് ആണ്. എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റുകളുടെ സമ്മിനെ പറയുന്ന പേരാണ് ട്രേസ്. എഴുതിക്കോ, ട്രേസ് മീൻസ് സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. മനസ്സിലായോ? മെയിൻ ഡയഗണൽ എലമെന്റുകളുടെ സമ്മിനെ പറയുന്ന പേരാണ് ട്രേസ്. നോട്ട് ചെയ്ത് വെക്കുക.
എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 ബി എന്ന് പറയുന്ന മെട്രിക്സ് -2 7 9 4 6 8 3 9 10 ഇങ്ങനെ കിടക്കുവാണ്. ഈ രണ്ട് മെട്രിക്സിനെ ട്രേസ് എഴുതണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? പറ, ആരൊക്കെ സമ്മ? ആരുടെയൊക്കെ സമ്മ? മെയിൻ ഡയഗണൽ എലമെന്റ് സമ്മ. ആരൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്? പറഞ്ഞ് 1 ഉം 4 ഉം കൂടെ ആഡ് ചെയ്യാം. 1 + 4 ആണ് ആൻസർ. ഇത്ര 5 ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ട്രേസ് എടുക്കുകയാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞ് -2 + 6 + 10, അതായത് 16 - 2, അതായത് 14 ആണ് ആൻസർ. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ട്രേസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 1-നകത്തുള്ള ഫസ്റ്റ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചില വെറൈറ്റി ആയിട്ടുള്ള 2-3 പ്രധാനപ്പെട്ട മെട്രിക്സുകളുണ്ട്. ആ മെട്രിക്സുകളുടെ പേരും കൂടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അത് പക്ഷേ അത് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ അടുത്ത ഓപ്പറേഷൻസ് കൂടെ പഠിച്ചിട്ടേ പറ്റത്തുള്ളൂ. എങ്കിലും ഞാൻ മെട്രിക്സുകളെല്ലാം ഒരുമിച്ച് തരുന്ന സ്ഥിതിക്ക് നിങ്ങൾ അതും കൂടെ അത് നോട്ട് ചെയ്ത് വെച്ചു, ആ പേരുകളും കൂടെ. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിക്സിന്റെ കൂട്ടത്തിൽ കിടക്കട്ടെ. അടുത്ത് വേണ്ടത് എന്താണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്? നോട്ട് ചെയ്ത് വെക്കുക. ഐഡം പൊട്ടന്റ് മെട്രിക്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പേപ്പറിനകത്ത് കൃത്യമായി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. എന്താണ് ഐഡം മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. A² = A വരുന്ന മെട്രിക്സിനാണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. അതിൽ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചില്ല, എന്താണ് A² എങ്ങനെ കാണും അതുള്ളത്. നമ്മൾ ഓപ്പറേഷനകത്ത് വരുന്നതാണ് A². തൽക്കാലം നിങ്ങൾ എഴുതിക്കുക. ഐഡം പൊട്ടന്റ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്, A² = A. ഓക്കെ ആണോ? അടുത്ത വളരെ ഇമ്പോർട്ടന്റ് മെട്രിക്സ് ആണ് ഇൻവല്യൂട്ടറി മെട്രിക്സ്. നോട്ട് ചെയ്ത് വെക്കോ. എന്താണ് ഇൻവല്യൂട്ടറി മെട്രിക്സ്? ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A²ന്റെ വില I ആകണം. I എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പൊ 2/2 ആയിട്ടുള്ള ഒരു എയുടെ വില, അപ്പൊ എ എന്ന് പറയുന്ന ആൾ ഇപ്പൊ 2/2 ആയിട്ടുള്ള 2 3 4 9 ആന്നിരിക്കട്ടെ, എക്സാമ്പിൾ. ഇത് വരത്തില്ല, ഇത് ഇൻവല്യൂട്ടറി അല്ല. എങ്കിലും ഇത് ഇൻവല്യൂട്ടറി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെട്രിക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ I കിട്ടണം. I മീൻസ് 2/2 ആകുമ്പോൾ ആൻസർ എന്ത് വരണം കുഞ്ഞുങ്ങളെ? 1 0 0 1 വരണം. മനസ്സിലായോ? അപ്പം ഐഡം പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ A² = A യും ഇൻവല്യൂട്ടറി എന്ന് പറഞ്ഞാൽ A² = I. ഓക്കെ. അടുത്ത ഒരു പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്തോഗണൽ മെട്രിക്സ്. ഓർക്കുക, ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് A × A² = I. നോട്ട് ചെയ്ത് വെക്കുക. A × A² = I. അതാണ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് A² കാണാനും ട്രാൻസ്പോസ് കാണാനൊക്കെ നിങ്ങൾക്ക് അറിയണം. അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിക്സുകളെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത്യാവശ്യമുള്ള എല്ലാ മെട്രിക്സുകളെ കുറിച്ച് വെച്ച് പഠിച്ചു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, റെക്ടാംഗിൾ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഇൻവല്യൂട്ടറി മെട്രിക്സ്, ഐഡം പൊട്ടന്റ് മെട്രിക്സ്, പിന്നീട് ഓർത്തോഗണൽ മെട്രിക്സ്, ലോവർ ട്രയാങ്കിൾ, അപ്പർ ട്രയാങ്കിൾ, സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി, ഇതെല്ലാം എല്ലാ ടൈപ്പുകൾ മെട്രിക്സുകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ഓപ്പറേഷൻസ് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. മെട്രിക്സുകളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ സാധാരണ നമ്പേഴ്സുകൾ തമ്മിലുള്ള പല ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇക്വാളിറ്റി, ഇങ്ങനെ കുറെ ഓപ്പറേഷൻസ് നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മെട്രിക്സിനകത്തുള്ള ഓപ്പറേഷൻസും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഒന്ന് ഇക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ച് പഠിക്കണം, അഡീഷൻ ഓപ്പറേഷനെ കുറിച്ച് പഠിക്കണം, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ ഡിവിഷൻ ഇല്ല. ഡിവിഷന് പകരം നമുക്ക് പഠിക്കേണ്ടത് ഇൻവേഴ്സ് ആണ്. അപ്പം ഡിവിഷൻ അങ്ങനെ ചെയ്യാറില്ല. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ബി അങ്ങ് മേളിൽ കൊണ്ടുപോയി A × B ഇൻവേഴ്സ് എഴുതാറേ ഉള്ളൂ. ഇൻവേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് ഓപ്പറേഷൻസ് ഓരോന്നിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ 3 ഓപ്പറേഷൻസിന് ഒരേ നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യ ഹെഡിങ് എഴുതേണ്ടത് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സിനകത്ത് ആദ്യം എഴുതുക ഇക്വാളിറ്റി, ഒരു ബാർ സിമ്പിൾ ഇട്ടിട്ട് എഴുതുക അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ 3 കാര്യത്തിന് ഒരേ നിയമം ആയതുകൊണ്ട് ഒരുമിച്ചങ്ങ് പറയുകയാണ്. രണ്ട് മെട്രിക്സുകൾ എങ്ങനെ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും, രണ്ട് മെട്രിക്സുകൾ എങ്ങനെ ആഡ് ചെയ്യാം, രണ്ട് മെട്രിക്സുകൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള നിയമം ഇതാണ്, ശ്രദ്ധിക്കുക. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എന്താണ് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ, എന്താണ് സബ്ട്രാക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ആ മെട്രിക്സുകൾ ഏതൊക്കെയാണോ അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം.
ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 2 3 4 9 എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് രണ്ട് ഈക്വൽ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എക്സിന്റെ വില 2 എന്ന് ഞാൻ അസ്യൂം ചെയ്തു. പക്ഷെ എക്സ് അടുത്ത 3 ആർക്ക് സെയിം ആണ്? വൈ 4 എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ബാക്കിയുള്ള എന്ത് ചെയ്യും? അപ്പൊ അത് പറ്റത്തില്ല. കാരണം ഇതിന്റെ ഓർഡർ നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഓർഡർ എന്ന് വെച്ചാൽ 3 റോയും 1 കോളമാണ്, 3/1 ആണ്. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ ആളില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ അതുകൊണ്ട് ഓർഡർ സെയിം ആയിരിക്കണം. ഒന്നാമത്തെ മെട്രിക്സ് 2/3 ആണെങ്കിൽ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട ആളും എന്തായിരിക്കണം? 2/3 ആയിരിക്കണം. അതേ ഉള്ളൂ. അല്ലാതെ ഇന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റൂ, ഇന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇക്വാളിറ്റി പറയാൻ പറ്റൂ, അങ്ങനെ നിർബന്ധമില്ല. എടുക്കുന്ന മെട്രിക്സുകൾ ഇപ്പൊ എയും ബിയും ആണെങ്കിൽ ആ എയുടെ ഓർഡർ തന്നെ ആയിരിക്കണം ബിയുടെ ഓർഡർ. അപ്പൊ അതാണ് ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഓർഡർ സെയിം ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കുക. അപ്പൊ എക്സ് വൈ ഇസഡ് ഡബ്ല്യു ഇതൊരു മെട്രിക്സ് ആണ്. ഞാൻ ഇക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് 1 2 3 4 എന്ന് പറയുന്നത് മെട്രിക്സ് എഴുതി. നോക്കേ, ഒന്നാമത്തെ മെട്രിക്സ് 2 റോയും 2 കോളം ഉള്ളതുകൊണ്ട് 2/2 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റിനും 2/2 മെട്രിക്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞ നിയമം സെയിം ആയി, ഓർഡർ സെയിം ആയി. രണ്ടാമത്തെ കാര്യം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം എന്ന് പറഞ്ഞാൽ പലരും എക്സ് സിക്കൽ ടു ഇതിൽ ഏത് വേണമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് സിക്കൽ 3 എന്ന് എഴുതിയാൽ ശരിയാവും? പറ്റത്തില്ല. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പൊ രണ്ടാമത്തെ നിയമം ഇതാണ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ എന്തൊക്കെയാണ്? ഈക്വൽ ഓർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇക്വാളിറ്റി പറയുമ്പോഴും കറസ്പോണ്ടിങ് എലമെന്റുകൾ മാത്രമേ ചെയ്യാവൂ. ക്ലിയർ ആണോ? അപ്പോൾ ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. മൂന്നിനും ഒരേ നിയമമായിട്ട് ഒരുമിച്ചൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണ്. എക്സ് വൈ ഇസഡ് ഡബ്ല്യു ഈക്വൽ ടു, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 1 2 3 4 ഇതൊരു മെട്രിക്സ് ആണ്. ഈ രണ്ട് മെട്രിക്സിൽ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര, വൈയുടെ വില എത്ര, ഇസഡിന്റെ വില എത്ര, ഡബ്ല്യുവിന്റെ വില എത്ര? പറ. ആദ്യം ഇത് ചെയ്യാൻ പറ്റുമോ? ഇക്വാളിറ്റി പറയാൻ പറ്റുമോ? കാരണം എന്താ? ഓർഡർ സെയിം ആണ്. പറ, എക്സിന്റെ വില എത്ര? 1, വൈ 2, ഇസഡ് 3, ഡബ്ല്യു എത്ര? 4. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഇനി ഇതേപോലെ രണ്ട് മെട്രിക്സിൽ ആഡ് ചെയ്യാൻ പറയുകയാണ്. 1 2 3 4 5 6 ഇതൊരു മെട്രിക്സ് ആണ്. പ്ലസ് 0 9 2 3 4 8 ഈ രണ്ട് മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പറയുകയാണ്. എങ്ങനെ ആഡ് ചെയ്യാൻ പറ? കറസ്പോണ്ടിങ് എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞേ. 1 + 0 കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യണം. 1 + 0 1 വരും. അടുത്തത് 2 + 9 എത്ര വരും? 11 ആണോ? 3 + 2 5 അല്ലേ? 4 + 3 7 ആ, പിന്നീട് 9 അടുത്തത് 14. ക്ലിയർ? ക്ലിയർ ആണല്ലോ? ആർക്ക് ബുദ്ധിമുട്ടില്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അടുത്തൊരു 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ്, അതിൽ നിന്ന് ഒരു 5 6 7 8 എന്ന് പറയുന്ന മെട്രിക്സ് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കറസ്പോണ്ടിങ് എലമെന്റ് സെപ്പറേറ്റ് ചെയ്താൽ മതി. -4 -4 ക്ലിയർ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന മെട്രിക്സ് അവർ തരികയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 ബി എന്ന് പറയുന്ന മെട്രിക്സ് 2 7 8 9 ആണ്. എന്നിട്ട് അവർ പറയുകയാണ് എ + 3b + 4c = 0 ആണെങ്കിൽ സി എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ്? കണ്ടോ? എയും 3ബിയും 4സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. 0 മീൻസ് എല്ലാ എലമെന്റുകളും 0 വരുന്ന മെട്രിക്സ് ആവണമെങ്കിൽ സിയുടെ വില എന്താണ്? സി എങ്ങനെ ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വില ഇട്ട് കൊടുത്താൽ മതി. എയുടെ വില എത്ര പറഞ്ഞാൽ 1 2 3 4 ആണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 3b എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ബിയിലുള്ള എല്ലാ ആൾക്കാരെയും മൾട്ടിപ്ലൈ ആണ്. 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 6 ആവും. 3 × 7 21 ആണോ? 3 × 8 എന്ന് പറഞ്ഞാൽ 24, 3 × 9 27 പ്ലസ് 4c. എനിക്ക് ആ മെട്രിക്സ് അറിയാത്തതുകൊണ്ട് ഞാൻ 4c = 0 എന്ന് തന്നെ എഴുതാം. ഇത് രണ്ടും കൂടെ ആദ്യം ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും ഇവിടെ? 7 ആണോ? 7 23 27 31 പ്ലസ് 4c = 0. സംശയം ഉണ്ടാവില്ല? ഈ 0 എന്ന് പറഞ്ഞേക്കുന്ന അർത്ഥം എന്തുവാ? എല്ലാ എലമെന്റുകളും 0 ആണെന്നാണ് എന്റെ അർത്ഥം കേട്ടോ. 0 എന്ന് പറഞ്ഞ മെട്രിക്സിൽ പറയുമ്പോൾ എല്ലാ എലമെന്റുകളും 0 ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് 4c കണ്ടുപിടിക്കാം.
4C ഞാൻ സ്ഥലം ഇല്ലാതെ മേളോട്ട് എഴുതുവാണ്. 4C ഇട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മെട്രിക്സ് അങ്ങ് അപ്പുറത്തോട്ട് നെഗറ്റീവ് ആവും. എല്ലാം നെഗറ്റീവ് ആവും ആലോചിച്ചാൽ മതി. ഏതൊക്കെ വലിയ ആൻസർ? -7 ആണോ? -23, -27, -31. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ നിന്ന് സി കിട്ടണമെങ്കിൽ എല്ലാ ടേമിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ 1/4 എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിർത്തിയാൽ മതി. ഒന്നുകിൽ ഓപ്ഷനകത്ത് ഇങ്ങനെ ആയിരിക്കും ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നുകിൽ ആൻസറിനകത്തുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്തുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. -7/4, -23/4, -27/4, -31/4. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും അതിന്റെ ആൻസർ. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിനെ ബേസ് ചെയ്തുള്ള ഒരു നമ്മുടെ ടെക്നിക്കൽ എക്സാമിന് ചോദിച്ച, പ്രീവിയസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ നോട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കിയുള്ള ചോദ്യത്തിനോടൊപ്പം അതിന് കുറച്ചും കൂടെ പ്രസക്തി കൊടുത്ത് നമ്മൾ കുറച്ചും കൂടെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അത് ടെക്നിക്കൽ എക്സാമിന് ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. എഴുതുക. if x plus y 2 5 plus z xy equal to matrix 6 2 5 8, then value of നോട്ട് ചെയ്ത് മനസ്സിലാക്കി എഴുതണേ. 2x plus 3y plus 4z equal to dash. x plus y 2, 5 plus z, xy is equal to 6 2 5 8. Then the value of 2x plus 3y plus 4z is equal to dash. Options പറഞ്ഞിരിക്കുന്നത് 26, second option 27, third option 29 and fourth option 28. ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ ചെയ്യും ഒന്ന് പറയൂ. പറഞ്ഞു എന്തൊക്കെ പറയാം? മെട്രിക്സ് ഈക്വൽ ആണല്ലോ, എന്തൊക്കെ പറയാം? x plus y equal to 6 എന്ന് എഴുതാം. പക്ഷെ എനിക്ക് അതിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അടുത്ത് പറ. x plus y നമ്മൾ 6 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അടുത്ത 2 equal to എന്ന് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ടല്ലോ. 4 ആയിട്ട്. ഓക്കെ, അടുത്തത് പറ. 5 plus z equal to 5 plus z is equal to 5. Therefore z equal to എന്തായി മാറും? z equal to ആൻസർ എന്തായി മാറും? 0 ആയി മാറും. ഇസന്റെ വാല്യൂവിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇസഡ് കിട്ടി. ഓക്കെ, അടുത്ത പറഞ്ഞേ. അടുത്ത ഇക്വേഷൻ എന്താ? xy equal to 8. ഓക്കെ, സംശയമുണ്ടോ? ഇത് ഓക്കെ ആണോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇസഡ് കിട്ടി. എനിക്ക് എക്സും വൈ ഉണ്ടെങ്കിലേ എനിക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. എങ്ങനെ ചെയ്യും ഞാൻ? രണ്ട് ഇക്വേഷൻസിന്റെ കയ്യിലുണ്ട്. x plus y equal to 6, xy equal to 8. എങ്ങനെ ചെയ്യാൻ പറ്റും? എന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നോക്കുക. ഫോർ എക്സാമ്പിൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാവും. അതിലാണ് കാര്യം. ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം ബാക്കിയുള്ളവരും കൂടെ നോട്ട് ചെയ്തിരിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഫോർമാറ്റിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ലോജിക്കലായിട്ട് ചിന്തിച്ച് എഴുതാൻ പറ്റുന്നു, അതിനാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവർ ഇങ്ങനെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും വൈയുടെ വാല്യൂ നമ്മൾ 6 - x എഴുതി സെക്കൻഡ് ഇക്വേഷന് കൊടുക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വൈയുടെ വില എടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കും. അതിന്റെ ആവശ്യമില്ല. അതായത് പോസിബിൾ വാല്യൂസ് നോക്കിയാൽ മതി. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 6ഉം രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം വരണം. ഏതൊക്കെ നമ്പേഴ്സ് ആകും നിങ്ങളെ? 4 and 2. പക്ഷെ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എക്സിന്റെ വില 4 ആകാം, അല്ലെങ്കിൽ എക്സിന്റെ വില 2 ആകാം. ഓപ്ഷൻസ് ഞാൻ രണ്ട് ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2 ആയിട്ട് ഞാൻ എടുത്തതാണ്. എക്സിന്റെ വില ഞാൻ 4 എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വില എത്ര? വൈയുടെ വില 2. പക്ഷെ തിരിച്ച് എക്സിന്റെ വില 2 എടുത്താൽ വൈയുടെ വില എന്താവും? ഇസന്റെ വില എത്ര എല്ലാവർക്കും അറിയാം. രണ്ട് കേസിലും ഇസന്റെ വില എത്ര? 0 ആണോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2x plus 3y plus 4z. ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാണ് 2x plus 3y plus 4z ചെയ്യുന്നതെങ്കിൽ ആൻസർ എത്ര ആയി മാറും? പറഞ്ഞേ. 2 × 4 8, 3 × 2 6, അടുത്ത 0. ആൻസർ ഈസ് 14. അങ്ങനെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ? ഓപ്ഷൻ അതുണ്ടോ? ഇല്ല. അടുത്ത ഉണ്ടോ? നോക്ക്. അടുത്തത് നോക്കേ.
2x plus 3y plus 4z ആണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. ഇസന്റെ വില 0 ആയതുകൊണ്ട് ലാസ്റ്റ് ടൈം 0 ആയി മാറി. എക്സിന് പകരം ഞാൻ കൊടുക്കുന്നത് 2 ആണ്. 2 into 4 ആയി. അടുത്തത് എത്രയാണ് 3 into 4 അല്ലേ? 3 into 4 അല്ലേ? 3 into 4 അല്ലേ? 12 അല്ലേ? അവിടെ 16 വരും. ഓപ്ഷനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലേ? ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. നോട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ കൊടുത്തതിനകത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ 16 ആണ് തോന്നുന്നു. 26 ആയിരിക്കത്തില്ല, 16 ആണ് കേട്ടോ. ഒന്ന് തിരുത്തിയേക്കണേ. ഞാൻ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയോട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി ശരിയാണോ, നോട്ടിലോട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയപ്പം ശരിയാണോ എന്ന് ജസ്റ്റ് നോക്കട്ടെ. ഒരു മിനിറ്റ്. x plus y 2x plus z അല്ല 5 plus z xy equal to 6248 അല്ല 6258 കറക്റ്റാണ്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഓപ്ഷനകത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ഓപ്ഷനകത്ത് 16 ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ 16 ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായോ ഈ ചെയ്യുന്നത്? ആണല്ലോ. ഓക്കെ. അപ്പം ഇത് ഓക്കെ ആയി. അപ്പം അഡീഷൻ സബ്ട്രാക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി, ഇക്വാളിറ്റി മനസ്സിലായി. അതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചെയ്തത്. അതിനകത്തുള്ള ഓപ്ഷനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഓപ്പറേഷനിലോട്ട് പോകാം. അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എഴുതുക മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ പോലെ നമ്മൾ അത്ര ഈസി അല്ല. ചെയ്യുന്ന പ്രൊസീജിയറും വ്യത്യസ്തമാണ്, നിയമവും വ്യത്യസ്തമാണ്. ഇപ്പൊ 2/3 മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2/3 ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ ഉറപ്പായിട്ട് പറ്റും. കാരണം ഓർഡർ സെയിം ആണ്. രണ്ട് 2/3 ആൾക്കാർ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഉറപ്പാണ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഇക്വാളിറ്റി പറയാൻ പറ്റും. പക്ഷേ ഒരു 2/3 മെട്രിക്സിനെ 2/3 കൊണ്ട് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതിന്റെ റീസൺ അതിന് റൂൾ ഉണ്ട്. ആ റൂൾ കൃത്യമായി പഠിക്കണം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n-ഉം ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ n/p ആയാൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തേലെ റോയുടെ എണ്ണവും സെയിം ആയിരിക്കും. അതായത് ഇത് ഈക്വൽ ആയിരിക്കും. ഇത് ഈക്വൽ ആവണം. റൗണ്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? അത് രണ്ട് ഈക്വൽ ആയാൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റൂ. എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ആളിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ ഓർഡർ ആയിരിക്കും. ദാറ്റ് മീൻസ് m/p ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതെ. ഓക്കെ. അപ്പൊ ഞാൻ രണ്ടു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങളത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്യണം. ചില ക്വസ്റ്റിനകത്ത് എ ബിയും ബിയും ചെയ്യാൻ പറ്റും, ചിലതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാവൂ. ഒന്ന് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ പറയണം. ഒരു 3/4 മെട്രിക്സിനെ 3/4 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. അപ്പം എ ബി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് ഡിഫൈൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. നോട്ട് എക്സിസ്റ്റ്. ബി എ ചെയ്യാൻ പറ്റുമോ നോക്കെ? ബി എ എന്ന് പറയുമ്പോൾ ആ ബിയുടെ നേർക്ക് 3/4-ഉം അല്ലേ, എയുടെ നേർക്ക് 3/4-ഉം കൊടുത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം എ ബിയും ചെയ്യാൻ പറ്റത്തില്ല, ബി എയും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു 3/4 മെട്രിക്സിനെ 4/3 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? കിട്ടുന്ന ഉത്തരം 3/3. 3 into അല്ല 3/3. കുഴപ്പമില്ല, പറഞ്ഞാൽ കുഴപ്പമില്ല, അത് വിഷയമില്ല. നമുക്ക് ആൻസർ എഴുതി കിട്ടിയാൽ മതി. അടുത്തത് ബി എ ചെയ്യാൻ പറ്റുമോ നോക്കെ? ബി എ ചെയ്യാൻ പറ്റുമോ നോക്കെ? ബി എ നിങ്ങൾ ബിയുടെ സ്ഥാനത്ത് 4/3 കൊടുത്ത് എയുടെ സ്ഥാനത്ത് 3/4 കൊടുത്തു പോകും. അല്ലാതെ നമ്മൾ നോക്കി തെറ്റിപ്പോകുന്നതാണ് ഞാൻ എഴുതിയത്. ചെയ്യാൻ പറ്റുമോ? ബി എ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓർഡർ എത്ര? 4/4. സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു 3/4 മെട്രിക്സിനെ ഒരു 4/5 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എ ബി പോസിബിൾ ആണ്. ആൻസർ എന്താണ്? 3/5 ആണ്. ബി എ ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ബി എ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ആലോചിച്ച് നോക്ക്, ആദ്യത്തെ 4/5 ആദ്യം വരും, രണ്ടാമത് 3/4 വരും. ഈക്വൽ ആണോ? അല്ലല്ലോ. നോട്ട് പോസിബിൾ. അപ്പൊ എക്സിസ്റ്റ് ചെയ്യത്തില്ല. നോട്ട് എക്സിസ്റ്റ്. അപ്പൊ കണ്ടോ? അപ്പൊ ചില ക്വസ്റ്റിനകത്ത് എ ബി ചെയ്യാൻ പറ്റും, ബി എ ചെയ്യാൻ പറ്റും. ചിലതിനകത്ത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ചിലതിനകത്ത് എ ബി പറ്റും, ബി എ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ആ റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എം ബൈ എന്നും ബി എന്ന് പറയുന്ന ആളിന്റെ ഓർഡർ എൻ ബൈ പിയും ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആളിന്റെ ഓർഡർ എന്തായിരിക്കും? എം ബൈ പി ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. പറയട്ടെ, ക്വസ്റ്റ്യൻ പറയുകയാണെ. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. The matrix X has A plus B rows and B plus 1 columns. X എന്ന് പറയുന്ന മെട്രിക്സിന് A plus B റോസും B plus 1 കോളംസും ഉണ്ട്. ഓക്കെ, കോമന്റ് എഴുതുക. The matrix capital Y has മെട്രിക്സ് എപ്പോഴും ക്യാപിറ്റൽ കൊണ്ട് സൂചിപ്പിക്കാവോ? എക്സ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോ എ പ്ലസ് ബിയും മറ്റേത് ബി പ്ലസ് 1 ആണ് കോളംസ്. രണ്ടാമത്തെ മെട്രിക്സ് ബി ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോ പറയുവാണ് എ മൈനസ് 2 റോസ് ആൻഡ് എ പ്ലസ് 2 കോളംസ്. ഓക്കെ, എന്നിട്ട് താഴെ എഴുതുക ബോത്ത് XY and YX exist. XY യും existed ആണ്, YX ഉം existed ആണ്. Then the values of A and B are dash. A യുടെ വിലയും B യുടെ വിലയും കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് A equal to 5, B equal to 2. Second option A equal to 3, B equal to 7. Third option A equal to 3, B is equal to 2. Fourth option A is equal to 7, B equal to 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 4 ഓപ്ഷൻസ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ് സർ. ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോയും കോളം ഉണ്ട്, വൈ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോയും കോളം ഉണ്ട്. സാധാരണ റോയും കോളം ഒക്കെ നമ്പേഴ്സ് ആയിട്ടാണ് തരുന്നത്. വളരെ എളുപ്പമായിരുന്നു. 2/3, 4/6 എന്നൊക്കെ പറയുന്നതിന് പകരം റോയുടെ എണ്ണം കോളത്തിനെയൊക്കെ നമ്മളെ ഒരുമാതിരി തെറ്റിക്കാൻ വേണ്ടി അവന് ഒരു തോന്നിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാത്തിനും ഓർഡർ എന്ന് പറയാം. എക്സ് എന്ന് പറയുന്ന ആളും വൈ എന്ന് പറയുന്ന ആളും പിന്നെ അടുത്ത വേണ്ടത് XY വേണം, പിന്നെ YX വേണം. ഈ 4 കാര്യങ്ങളെ വേണ്ടത്. പറഞ്ഞേ കുഞ്ഞുങ്ങളെ, എക്സിന്റെ ഓർഡർ എത്ര ആയിരിക്കും? എത്ര റോ എത്ര കോളം? A plus B റോയും B plus 1 കോളം ആയതുകൊണ്ട് അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. Y എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം നോക്കി പറഞ്ഞേ. A minus 2 by A plus 2. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം വെച്ചുകൊണ്ട് ഞാൻ മെട്രിക്സിന് ഓർഡർ എഴുതിയതാണ്. ഇനി എനിക്ക് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റിനകത്ത് ഇവർ പറയുന്നു XY എക്സിസ്റ്റ് ചെയ്യുന്നു. XY എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആരൊക്കെ ഈക്വൽ ആയിരിക്കണം? പറ, ആരൊക്കെ ഈക്വൽ ആയിരിക്കണം? XY പറ്റണമെങ്കിൽ പറ. B plus 1 equals A minus 2. B plus 1 is equal to A minus 2. This is equation number 1. ആർക്കും സംശയമില്ലല്ലോ? അടുത്ത പറഞ്ഞേക്കുന്നത് YX എക്സിസ്റ്റ് ചെയ്യണം. YX എന്ന് പറയുമ്പം വൈയുടെ കോളവും എക്സിന്റെ റോയും സെയിം ആവണം. ദാറ്റ് ഈസ് അടുത്ത ഇക്വേഷൻ പറ. A plus 2 equals A plus B. ആ രണ്ടാമത്തെ ഇക്വേഷനിൽ ആരൊക്കെ ക്യാൻസൽ ചെയ്യും കുഞ്ഞുങ്ങളെ? ആ രണ്ടാമത്തെ ഇക്വേഷൻ എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫൈനൽ ആൻസർ കിട്ടും. ബിയുടെ വില എത്ര കിട്ടി? 2 കിട്ടി. ആ B is equal to 2 എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിലാണ് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ കുഞ്ഞുങ്ങളെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? 2 plus 1 അഥവാ 3 equal to A minus 2. That is 3 equal to A minus 2. Minus 2 ഇപ്പുറത്ത് വരുമ്പോൾ 3 plus 2 equal to A. Therefore A equal to 5. So നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? A equal to 5, B equal to 2. ഓപ്ഷൻ A.
ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? മനസ്സിലായി സർ. ബോയ്സ് ബോയ്സിന് മനസ്സിലായോ? അതെ മനസ്സിലായി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നിയമം വെച്ചുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്, അത് ചെയ്തു കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിന്റെ റൂൾ ക്ലിയർ ആയല്ലോ. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n ഉം ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ n/p ആണെങ്കിൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ m/p ആയിരിക്കും എന്നുള്ള ഓർഡർ അല്ല അതിന്റെ നിയമം നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നോക്കാം. മൾട്ടിപ്ലിക്കേഷന്റെ നിയമം ഇതാണ്. മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ എന്ന് പറഞ്ഞതാണ് റോ ഇൻറ്റു കോളം മെത്തേഡ്. നോട്ട് ചെയ്ത് വെക്കേ. മറ്റത് കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ മെത്തേഡിന്റെ പേരെന്താ? റോ ഇൻറ്റു കോളം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളങ്ങളും തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 ബി എന്ന് പറയുന്ന മെട്രിക്സ് 5 6 7 8 ആണെങ്കിൽ എനിക്ക് എ ബി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യേണ്ട റൂൾ എന്താണ്? ഫസ്റ്റ് മെട്രിക്സ് എഴുതുക 1 2 3 4 ആദ്യം എഴുതുക. രണ്ടാമത് ബി ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി 5 6 7 8. ഞാൻ പറഞ്ഞ നിയമം എന്താണ്? റോ ഇൻറ്റു കോളം മെത്തേഡ്. അപ്പൊ റോ ഇൻറ്റു കോളം എന്ന് വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സിലെ റോ എടുക്കുക. ഫസ്റ്റ് റോ ഇടുക 1 2 ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതരുത്. ഞാൻ അതിന്റെ സ്ട്രക്ചർ എന്ന് കാണിക്കുവാണ്. 1 2 ആണ് ഫസ്റ്റ് റോ. അതുകൊണ്ട് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കോളം ഉണ്ട് ക്വസ്റ്റിനകത്ത്? രണ്ടാമത്തെ മെട്രിക്സിൽ 2 കോളം ഉണ്ട്. ഏതൊക്കെയാ? 5 7 എന്ന് പറയുന്ന കോളത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സിമിലർലി ഇതേ 1 2 എന്ന് പറയുന്ന ഫസ്റ്റ് റോ കൊണ്ട് തന്നെ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം കുഞ്ഞുങ്ങളെ? 6 8 മൾട്ടിപ്ലൈ ചെയ്യണം. സംശയം ഉണ്ടോ? ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുത്ത് 2 കോളങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ റോകളെയും എല്ലാ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സെക്കൻഡ് റോയിലേക്ക് പോകാം. സെക്കൻഡ് റോയിലെ എലമെന്റുകൾ 3 4 ആണ്. ഇതേ 3 4 കൊണ്ട് ആരെയൊക്കെ ഗുണിക്കണം? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏത് കോളത്തിനെയാണ്? 5 7. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ 3 4 ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 8. ഇനി ചെയ്യുന്ന രീതി ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായി. ഇനി എഴുതുന്ന രീതി നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഈ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ 2 പേരുണ്ട്, 1 ഉം 2 ഉം, ഇവിടെ 5 ഉം 7 ഉം. ഇഷ്ടമുള്ള ഇതിൽ ചെയ്യരുത്. ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ്, അങ്ങനെയാണ് റൂള്. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് എഴുതി, ഒന്ന് തെറ്റാതെന്ന് പറഞ്ഞു വന്നേ. ആദ്യത്തെ 1 ഉം 2 മൾട്ടിപ്ലൈ, 1 ഉം 5 ഉം കൂടെ മൾട്ടിപ്ലൈ അല്ലേ? 1 ഇൻറ്റു 5 5 പ്ലസ് 2 ഇൻറ്റു 7 14. പലർക്കും ഒരു പറ്റുന്ന അബദ്ധം എന്താ പറയുക? ഈ 1 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ 1 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും? 7 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അത് തെറ്റാണ്. അടുത്ത പറഞ്ഞേ 1 ഇൻറ്റു 1 ഇൻറ്റു 6 ദാറ്റ് ഈസ് 6 പ്ലസ് 2 ഇൻറ്റു 8 എത്ര? 8 എത്ര? 16. ക്ലിയർ? അടുത്തത് താഴത്തെ കാര്യം പറഞ്ഞേ. 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 15 പ്ലസ് 4 ഇൻറ്റു 7 28. ക്ലിയർ? അടുത്തത് എന്താണ്? 3 ഇൻറ്റു 6 18 പ്ലസ് 32. ഈ കാൽക്കുലേഷൻ ഞാൻ ഇച്ചിരി വേഗത്തിൽ അങ്ങ് ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് അഡീഷൻ പ്രാവശ്യം പോലല്ല, മൾട്ടിപ്ലിക്കേഷൻസിന്റെ പ്രയാസം ഉള്ളതുകൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 19 വരും, 22, അതുപോലെ തന്നെ 43, അടുത്തത് 50. ക്ലിയർ ആണോ? എ ബി എല്ലാവർക്കും കിട്ടിയേ? അടുത്തത് എന്താ വേണ്ടത്? ബി എ ആണ്. എല്ലാവരും എഴുതി മനസ്സിലാക്കിയോ? ഓക്കെ. അടുത്ത ബി എയിലോട്ട് പോവാം. ബി എ എന്ന് പറയുമ്പോൾ ആദ്യം പ്രാധാന്യം ബിക്കാണ്. തിരിഞ്ഞു പോരുത്. ബി എന്ന് പറഞ്ഞാൽ 5 6 7 8 ആണ്. ബി എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇനി വേണ്ട വേറെ ബോക്സ് ഉള്ളത് പോലെ വരച്ചൊന്നും എഴുതുന്നില്ല, അല്ലാതെ ചെയ്തു പോയതേ ഉള്ളൂ. എന്റെ മനസ്സിൽ ആദ്യം വേണ്ടത് 5 6 മാത്രമേ മനസ്സിൽ കാണാവൂ. 5 6 കൊണ്ട് ഫസ്റ്റ് കോളമായ 1 3 മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 2 4 മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞേ 5 6 കൊണ്ട് 1 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? പറഞ്ഞേ 5 പ്ലസ് 18 ആണോ? പിന്നെ 5 ഇൻറ്റു 2 10 പ്ലസ് 24. ക്ലിയർ? 7 പ്ലസ് 24 പ്ലസ് അടുത്തത് എന്താണ്? 14 പ്ലസ് 32. ഫൈനൽ ആൻസർ ഈസ് എന്താണ്? 23 34 31
ആൻഡ് എത്രയാണ് 46 ബി എ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾ തന്നെ നോക്കേ, ഇത് രണ്ട് ഈക്വൽ ആണോ? ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല. എ ബി ബി ഈക്വൽ ആണോ? അല്ല. സോ നമുക്ക് എഴുതാം എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. മെട്രിക്സിൽ സാധാരണ നമ്പേഴ്സുകളിലാണെങ്കിൽ ഓക്കെയാണ്. 2 into 5 ചെയ്താലും 5 into 2 ചെയ്താലും സെയിം ആണ്. മെട്രിക്സിന്റെ കേസല്ല, ഞാൻ നമ്പേഴ്സിന്റെ കാര്യം പറയാം. നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വേണം പറ്റും, പക്ഷേ മെട്രിക്സിനകത്ത് എ ബി ചെയ്യുന്ന ഉത്തരത്തിന് പകരം ബി എ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഉത്തരം വരും. അത് നോക്കുക. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അഡീഷന് കുഴപ്പമില്ല, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും സെയിം ആകത്തില്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. പക്ഷെ 3 പേര് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ ആവും. അതുകൊണ്ട് എഴുതി വെച്ചോ, എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി. 3 പേര് വന്നാൽ കുഴപ്പമില്ല. അതായത് ഈ 2 പേര് വരുന്നതിനെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, കാരണം നോട്ട് ഈക്വൽ ടു ആണ്. പക്ഷെ എന്താണ് 3 പേര് വരുന്നതിനെ അസോസിയേറ്റീവ് എന്ന് പറയുന്നത്, അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ എന്താണ് അസോസിയേറ്റീവ് ആണ്. ആ വേർഡുകളൊക്കെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെങ്കിലും ഒന്ന് തിയറി ആയിട്ട് പറയുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലയർ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ഓക്കെ ആണോ? എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ഓക്കെ. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കെ. ഈ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു റോയും 3 കോളോ 1/3 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ 3/1 മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? എത്ര ആയിരിക്കും ഓർഡർ? 1 by 1. 1 by 1 ആയിരിക്കും. എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിക്കുക. അപ്പോൾ ഒറ്റ ഓപ്പറേഷൻ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ നമ്മൾ പോയിക്കോ. 1 into 4 പ്ലസ് എന്താണ് 2 into 10 plus 5 10 പ്ലസ് അടുത്ത 3 into 6 18. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 32 വരും. ശരിയാണോ? 1 by 1 മെട്രിക്സ് ആണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി. ഓക്കെ ഓക്കെ ആണോ? okay. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, പവേഴ്സ്. പവേഴ്സ് ഓഫ് എ മെട്രിക്സ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, പവേഴ്സ്. പവേഴ്സ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിന്റെ പവേഴ്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുവാണ്. ഇപ്പൊ എഴുതല്ലേ, ഞാനത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് തരുവാണ്. എല്ലാവരും പറയുവാണ് എ സ്ക്വയർ എടുക്കണം. പലരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ആ 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ട് അങ്ങ് സ്ക്വയർ എടുക്കും. ഓരോ നമ്പറിന്റെ അങ്ങ് സ്ക്വയർ എടുത്ത് 1 4 9 16. ശരിയാണോ കുഞ്ഞുങ്ങളെ? അല്ല, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനകത്ത് ഈ പവേഴ്സ് എടുക്കുന്ന രീതി ഇങ്ങനല്ല. അപ്പൊ അതിനു വേണ്ടി ആ പവേഴ്സിന്റെ രീതി ഓർക്കുക. എ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ എ ഇൻറ്റു എ 2 തവണ മൾട്ടിപ്ലൈ ആണ്. സംശയം ഉണ്ടോ? ഇതേപോലെ എ ക്യൂബ് എടുക്കാൻ പറഞ്ഞാൽ 3 തവണ മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ഇൻറ്റു എ. അതിൽ ഓൾറെഡി ആദ്യത്തെ 2 എ ഇൻറ്റു എ എന്ന് വെച്ചാൽ എ സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ ഈ വരി അങ്ങ് തൽക്കാലം വെട്ടി അതിനെങ്ങനെ എഴുതാൻ പോവാണ്. എ ക്യൂബ് ചോദിച്ചാൽ എങ്ങനെ നിയമം? എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ. കേട്ടോ, എ റൈസ് ടു 4 ആകുമ്പോൾ എ ക്യൂബ് ഇൻറ്റു എ. ജനറലി എ റൈസ് ടു കെ പ്ലസ് 1 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ എ റൈസ് ടു കെ ഇൻറ്റു എ റൈസ് ടു 1. സംശയം ഉണ്ടോ? ഓക്കെ ഓക്കെ ആണോ? Okay. ഒരു സെക്കൻഡ് അത്യാവശ്യമാണ്. ഹലോ ഹലോ. അപ്പൊ പവേഴ്സ് മനസ്സിലായല്ലോ. എ സ്ക്വയർ മീൻസ് എ ഇൻറ്റു എ, എ ക്യൂബ് മീൻസ് എ സ്ക്വയർ ഇൻറ്റു എ റൈസ് ടു 4 മീൻസ് എ ക്യൂബ് ഇൻറ്റു എ. ജനറലി എ റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു എ റൈസ് ടു കെ ഇൻറ്റു എ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ബേസ് ചെയ്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നോക്കുക. ഇഫ് എ ഈക്വൽ ടു 1 2 2 1 ഇതൊരു മെട്രിക്സ് ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്നാണ് ഇവാലുവേറ്റ് എ സ്ക്വയർ പ്ലസ് 3a പ്ലസ് 5i. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എ സ്ക്വയർ പ്ലസ് 3a പ്ലസ് 5i എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പറഞ്ഞേ. ആദ്യം എനിക്ക് വേണ്ടത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഓരോ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ തന്നെ ചെയ്യണം.
അപ്പൊ ഒന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞേ 1 2 2 1 ഇൻറ്റു അല്ലേ വീണ്ടും അതേ എലമെന്റ് വരും 1 2 2 1 ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഫസ്റ്റ് റോ മാത്രം മനസ്സിൽ കാണുക. ഓപ്പറേഷൻ ചെയ്തെന്ന് പറയാം. തെറ്റാതെ പറഞ്ഞു. 1 ഇൻറ്റു 1 1 പ്ലസ് 4 ശരിയാണോ? അടുത്ത 2 പ്ലസ് 2 ശരിയാണോ? അടുത്ത 2 1 എടുക്കുകയാണെങ്കിലോ 2 ഇൻറ്റു 1 2 പ്ലസ് 2 ശരിയാണോ? അടുത്ത 2 ഇൻറ്റു 2 4 4 പ്ലസ് 1 ദാറ്റ് ഈസ് ആൻസർ ഈസ് 5 4 4 5. ക്ലിയർ ആണോ? ഇതാണ് എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ്. കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായോ? എ സ്ക്വയർ ഓക്കെ. ഓക്കെ സർ. ഇനി നമുക്ക് വേണ്ട എന്താണ്? എ സ്ക്വയർ പ്ലസ് 3a പ്ലസ് 5i ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? എ സ്ക്വയറിന്റെ വില നമ്മൾ എഴുതുക 5 4 4 5 പ്ലസ് 3a എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് എയിലുള്ള എല്ലാ എലിമെന്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ 3 6 6 3 പ്ലസ് 5i നോട്ട് ചെയ്ത് വെക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 2/2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് ഐയുടെ വില? പറ ഐയുടെ വില എത്ര? 1 0 0 1. മറന്നു വരുത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3/3 ആയിരുന്നെങ്കിൽ ഐയുടെ വില എത്ര? 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇവിടെ വരുന്ന 1 0 0 1 ആണ്. പക്ഷേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഐയുടെ വില എന്ന് വെച്ചാൽ 1 0 0 1 ആണെങ്കിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? 5 0 അല്ലെ? 5 0 0 5. ഇനി ബാക്കി ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആഡ് ചെയ്യണോ? വേണ്ടല്ലോ. ആഡ് ചെയ്ത് ഉത്തരം പറയാവോ? ഒന്ന് പറഞ്ഞേ. ആഡ് ചെയ്ത് ഉത്തരം പറഞ്ഞേ പെട്ടെന്നോട്ടെ. 13 ആണോ? അടുത്തത് 10 ഓക്കെ 10 10 10 13. ഈ മെട്രിക്സ് എന്തിന് മെട്രിക്സിന് എക്സാമ്പിളാ? ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. ഇവാലുവേറ്റിന് വരും എ സ്ക്വയർ പ്ലസ് 3 സ്കെയിലാർ ആണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, തെറ്റാണല്ലേ. സ്കെയിലാർ എന്ന് എങ്ങനെ പറയും? മെയിൻ ഡയഗണൽ മാത്രമേ കാണാവൂ സ്കെയിലാറിനകത്ത്. എന്തോ ഇത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഷേപ്പ് ഇരിക്കണം. പിന്നെ പിരിവുകളെല്ലാം വരുന്നത് ആര് മാത്രമേ കാണത്തുള്ളൂ? പിന്നെ ബാക്കിയുള്ള എല്ലാത്തിലും ഡയഗണൽ മാത്രമേ കാണാവൂ. ഡയഗണൽ മാത്രമല്ലേ കാണാവൂ. ബാക്കിയുള്ള 0 ആയി വരുന്നതല്ലേ ഓരോ ടൈപ്പ് ആയിട്ട് മാറുന്നത്. സംശയം ഉണ്ടോ? ഇത് സ്ക്വയർ ആണെന്നേ പറയാൻ പറ്റൂ. ഞാനത് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാ. എല്ലാരും തെറ്റിച്ച് പറയുന്നത് എനിക്ക് അറിയായിരുന്നു. ആരെങ്കിലും തെറ്റിക്കില്ല. സംഭവം മനസ്സിലായോ? ഈ 10ന്റെ സ്ഥാനത്ത് 0 വന്നിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പെട്ടെന്ന് എനിക്ക് തോന്നേ ആ 10നകത്ത് 1 നിങ്ങൾ കണ്ടു കാണും. 0 എന്നുള്ള മനസ്സിൽ കണ്ടു കാണും. അതാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയോ? സാറേ, ഞാൻ സാറിനെ വിളിച്ചോട്ടെ. പറഞ്ഞു സാറേ. സാറേ, അടുത്ത സെക്ഷനിലോട്ട് പോകണം. അടുത്ത സെക്ഷനിൽ അതിന്റെ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റിലോട്ട് പോട്ടോ. അടുത്ത പറയട്ടോ. If a equal to 1 2 3 4 5 6 3 2 1. A equal to 1 2 3 4 5 6 3 2 1. Evaluate a square minus 3a. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ പെട്ടെന്നാട്ടെ. എ സ്ക്വയർ ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ, തെറ്റിപ്പോരുതേ. എ സ്ക്വയർ മൈനസ് 3a ചെയ്യുമ്പോൾ ആദ്യം എ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. എ സ്ക്വയർ ചെയ്യാൻ അറിയാമല്ലോ എല്ലാവർക്കും. a ഇൻറ്റു എ ആണ്. എനിക്ക് തോന്നുന്നു ഈ മെട്രിക്സിനകത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ പഠിച്ചെടുക്കാൻ, എന്ന് വെച്ചാൽ ചെയ്യാനൊരു എന്താണ് സമയം കൂടുതൽ പോകുന്നത്. വേറെ ഒന്നിനും, കാരണം ഇതിന് ട്രിക്സ് ഇല്ല. ഇപ്പം അടുത്തത് ഇൻവേഴ്സും മൈനറും കോഫാക്ടർ ഒക്കെ, അതിനൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. ജസ്റ്റ് ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞു ചെയ്താൽ അത് നമുക്ക് ഏത് ദിവസം തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന് ട്രിക്സ് ഇല്ല. അത് നമ്മൾ തന്നെ കൃത്യമായിട്ട് തെറ്റാതെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് സാവധാനത്തിലായാലും വേണ്ടിയില്ല, ഒന്ന് ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. എ സ്ക്വയർ എത്രയാണ് ആദ്യം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയണം. എ സ്ക്വയറിന് സ്പേസ് ചെയ്യാൻ വിട്ടേക്കുകയാണ്. 3യുടെ വില ഞാൻ വേണമെന്ന് ജസ്റ്റ് എഴുതിയേക്കാം. നിങ്ങൾ എ സ്ക്വയർ പെട്ടെന്ന് ചെയ്യാം. 3 3
റെഡി? അങ്ങനെ ചെയ്യേണ്ടി വരുമോ കുഞ്ഞുങ്ങളെ? റെഡി? ഉത്തരം 18. അല്ല, ഫൈനൽ ആൻസർ ആണോ പറയുന്നത് അതോ ആദ്യം എ സ്ക്വയറിന്റെ വിലയാണോ? A square. എ സ്ക്വയർ പറ. 18. ഓക്കെ 24. ഓക്കെ 18. ഓക്കെ. ആ 42. ഓക്കെ 43. ഓക്കെ. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളോ അതിന് തെറ്റുണ്ടെങ്കിൽ പറയണേ. അടുത്ത 48 ആണ്. 48 ആണോ? ബാക്കിയുള്ളവരെന്ന് പറഞ്ഞേ 48 ആണോ? ആ പൊസിഷൻ 48. അതെ 48. ഓക്കെ. അടുത്ത പറയാം. അടുത്ത 14. 14. 14. ഓക്കെ 18. 18. ഓക്കെ 22. 22. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സബ്ട്രാക്ട് ചെയ്ത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചോളാം. എത്ര വരും? 15, 18, 9, 30, പിന്നീട് 18 അല്ല 28 അല്ലേ? പിന്നെന്താ 20 അല്ല 20 അല്ല 30 അല്ലേ? പിന്നെന്താ 5, പിന്നെ 12, 19. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? 1 2 ടേം 1 2 അത് ഇല്ല, ഒന്ന് പറഞ്ഞോനെ. എന്ത് പറ്റി? കൺഫേം ആക്കോ. ടേം 1 2 24 ദാറ്റ് എ സ്ക്വയർ. എ സ്ക്വയറിനകത്ത് 18 കഴിഞ്ഞ് 24 അല്ലേ? 18 കഴിഞ്ഞ് അടുത്ത 24 ആണോ? ആണ് കിട്ടുന്നത് അവിടെ. എവിടെയാടാ? എനിക്ക് 18 ആ കിട്ടിയത്. 18 18 18 കിട്ടുന്നത് 18. 3 എലമെന്റ് അവിടെ 18 ആണ് കിട്ടിയത്. 24 അല്ല 18 ആണ്. ഫസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരും 18 ആണ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ തിരുത്തിയാൽ മതി, കുഴപ്പമില്ല. ആ കൊച്ചിയെ വഴക്ക് പറയണ്ട. എങ്ങനെയൊക്കെ ചെയ്തതാ. സെക്കൻഡ് റോയിലും ഇനി പഠിക്കണ്ട. അവിടെ. തെറ്റാ ചെയ്യണം കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പം സാറേ